2024 ജൂലൈയിൽ ഡെട്രോയിറ്റ് വിമാനത്താവളത്തിൽ ഒരു തിരക്കേറിയ ദിനം. യാത്രക്കാർ സുരക്ഷാ പരിശോധനയ്ക്കായി തിരക്കുമ്പോൾ ഒരു US കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഒരു ബാഗ് പരിശോധിക്കുന്നതിനിടയിൽ സിപ്ലോക്ക് പൗച്ചുകളിൽ ഫ്യൂസേറിയം ഗ്രാമിനോറിയം എന്ന ഒരു അപകടകരമായ ഫംഗസ് കണ്ടെത്തുകയുണ്ടായി. ഇതിൻ്റെ വിളിപ്പേര് വിളനാശിനി എന്നാണ്. ഈ ബാഗ് കൊണ്ടുവന്നിരുന്നത് സുൻയോങ് ലു എന്ന ഒരു ചൈനീസ് ഗവേഷകനാണ്. പക്ഷേ അയാൾ തനിച്ചല്ല. അയാളുടെ കാമുകി ജിയാങ് ലുങ്ചിങ്ങും ഈ കേസിൽ പങ്കാളിയാണ്. പോലീസ് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇത് ശാസ്ത്രീയ ഗവേഷണത്തിനാണെന്നാണ് അയാളുടെ വാദം. US അധികൃതർ ഇതിനെ വിളിക്കുന്നത് കാർഷിക ഭീകരവാദം എന്നാണ്. പ്രോസിക്യൂട്ടർമാർ പറയുന്നത് അയാൾ ഇതിനെ മിഷിഗൺ സർവകലാശാലയിലെ ജിയാന്റെ ലാബിലേക്ക് കടത്താൻ ശ്രമിച്ചു എന്നാണ്. ഇരുവർക്കുമെതിരെ കടത്ത്, ഗൂഢാലോചന, ഫെഡറൽ അന്വേഷകരോട് കള്ളം പറഞ്ഞു എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഫ്യൂസേറിയം ഗ്രാമിനേറിയം ഗോതമ്പ്, ചോളം, നെല്ല്, ബാർലി തുടങ്ങിയ വിളകളെ ആക്രമിക്കുന്ന ഒന്നാണ്. മാത്രമല്ല ഇതിന് ഹെഡ് ബ്ലൈറ്റ് എന്ന രോഗം ഉണ്ടാക്കാനുള്ള കഴിവുമുണ്ട്. അതിൻ്റെ ദോഷം വിളകളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് സത്യം. ഇവയ്ക്ക് ഫംഗസ് മൈക്കോടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുമുണ്ട്. ഇവ കഴിക്കുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഛർദി, കരൾ നാശം, പ്രത്യുൽപാദന പ്രശ്നങ്ങൾ എന്നിവ സംഭവിക്കാം. പന്നികൾക്ക് ഇത് പ്രത്യേകിച്ച് അപകടകരമാണ്. ഈ ഫംഗസ് ലോകമെമ്പാടും എല്ലാ വർഷവും കോടിക്കണക്കിന് ഡോളറിൻ്റെ വിളനാശമാണ് വരുത്തുന്നത്. വിളകളെയോ മൃഗങ്ങളെയോ ബാധിക്കുന്ന രോഗകാരികളെ മനഃപൂർവ്വം കൃഷിയിടങ്ങളിൽ പ്രവേശിപ്പിച്ച് വൻതോതിൽ നാശം വിതയ്ക്കുന്നതാണ് കാർഷിക ഭീകരവാദം. ഇവിടെ ബോംബുകളുടെ ആവശ്യമില്ല. നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഉറവിടത്തെ മാത്രം തകർത്താൽ മതി. ഈ ഫംഗസിന് അതിന് കഴിവുമുണ്ടായിരുന്നു. FBI ഇതിനെ കാർഷിക ഭീകരവാദത്തിൻ്റെ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് വിളിക്കുന്നത്. ലൂവും ജിയാനും വെറും ഗവേഷകർ മാത്രമല്ല, ചൈനീസ് സർക്കാരിൻ്റെ പിന്തുണയുണ്ടെന്നാണ് അവർ പറയുന്നത്. ജിയൻ ബീജിംഗിൽ നിന്ന് ഫണ്ടിംഗ് സ്വീകരിച്ചതായും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാണെന്നും പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമേരിക്കൻ സ്ഥാപനങ്ങളിലേക്ക് ഗവേഷകരെയും ഏജന്റുമാരെയും അയച്ച് ഞങ്ങളുടെ ഭക്ഷണ വിതരണം ലക്ഷ്യമിടുന്നു എന്ന് FBI മേധാവി കാഷ് പട്ടേൽ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇനിയും പ്രതികരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് ആദ്യത്തെ സംഭവമല്ല. കാർഷിക ഭീകരവാദത്തിന് ചരിത്രമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി ജർമ്മനി ബ്രിട്ടനിൽ ഉരുളക്കിഴങ്ങ് വണ്ടുകളെ വിതറി വിളകൾ നശിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അത് നടന്നില്ല. ജപ്പാൻ ശത്രു രാജ്യങ്ങളുടെ വിളകളെ നശിപ്പിക്കാൻ ഗ്രെയിൻ റസ്റ്റ് സ്പോറുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു. 1984 US ഒരു മതവിഭാഗം തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ തടയാൻ സലാഡ് ബാറുകളിൽ സാൽമൊണല്ല വിഷം ചേർത്തു. കണ്ടുപിടിക്കാൻ പ്രയാസവും നടപ്പിലാക്കാൻ ലളിതവും അനന്തരഫലങ്ങൾ ഗുരുതരവുമായതിനാൽ തന്നെ കാർഷിക ഭീകരവാദം എളുപ്പമാണ്. ജിയാൻ ഇപ്പോൾ മിഷിഗണിലെ ഫെഡറൽ കോടതിയിൽ വിചാരണയ്ക്കായി കാത്തിരിക്കുകയാണ്. ലൂവിനെ ചൈനയിലേക്ക് നാട് കടത്തിയിരിക്കുന്നു. US എക്സ്ട്രാഡിഷൻ കരാർ ഇല്ലാത്തതിനാൽ അയാളെ വീണ്ടും വിചാരണയ്ക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ല. ഈ ഫംഗസ് വിളകളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചതാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ സംഭവം US ചൈന ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയാണ് ഉണ്ടായത്. ഡെട്രോയിറ്റിലെ ഈ കഥ ഒരു ഫംഗസിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഭക്ഷണ വിതരണത്തിൻ്റെ ദുർബലതയെക്കുറിച്ചും കാർഷിക ഭീകരവാദത്തിൻ്റെ ഇരുണ്ട ലോകത്തെക്കുറിച്ചുമുള്ള ഒരു മുന്നറിയിപ്പുമാണ്. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് കാലം തന്നെ പറയട്ടെ.